ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. നല്ല പ്രൈസിന് കൊടുക്കാം, പൊട്ടിച്ച വിലയിൽ കൊടുക്കല. അതെ, നമ്മൾ ഇന്നിപ്പോ ഷോറൂം ഓപ്പണിംഗിന്റെ എല്ലാം ഭാഗമായിട്ട് ഒരു 2-3 വണ്ടി ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വില നമുക്ക് അവസാനം പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ, 2-3 വണ്ടി നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഇത് എക്സ്ട്രാ ലോഡഡ് വണ്ടിയാണ്. ഫുൾ എക്സ്റ്റീരിയർ AMG കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഒന്ന് കാണിച്ചു. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഫ്രണ്ട് ലുക്കും സൈഡ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഇത് ഒറിജിനൽ കേരള വണ്ടി, മെയിൻ നോട്ട് ദ പോയിന്റ്. അതാണ് കേരള വണ്ടി, റീ വണ്ടി അല്ല, ഒറിജിനൽ കേരള KL07 രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഓക്കെ, അത് മൊത്തം കസ്റ്റമറിന് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി. സ്റ്റിൽ ഈ വണ്ടി കംപ്ലീറ്റ് ക്ലിയർ ആണ്, ഒരു വർക്കോ കാര്യങ്ങളോ പെൻഡിങ് ഇല്ല. മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യാറില്ല. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു, മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടികൾ നിങ്ങൾ എടുക്കാറില്ല. വണ്ടി കംപ്ലീറ്റ് ഇപ്പൊ സ്റ്റിൽ കണ്ടീഷൻ ക്ലിയർ ആണ്, ഒരു വർക്ക് ഈ വണ്ടിയിലില്ല. കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റുമോ, ആർക്കും വേണേലും എടുക്കാം, ഏത് സമയത്ത്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു കിദ്മത്തിന്റെ ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും കുറെ പ്രീമിയം സെറ്റപ്പുള്ള വാഹനങ്ങൾ, SUV ടൈപ്പ്, സഡാന്, 7 സീറ്റ് ചെറുവണ്ടികൾ. ഇവിടെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ഇതിന്റെ മാനേജറാണ് അബ്ദുള്ള സാഹിബ്. അബ്ദുള്ള, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മൾ ചെയ്യുന്നുള്ളത് പ്രീമിയം സെഗ്മെന്റ് വണ്ടികളും ചെയ്യുന്നുണ്ട്. നോർമലായിട്ട് ഇപ്പൊ SUV ടൈപ്പ് ക്രെറ്റ, XUV 300, 500, ഹാരിയർ ആ ടൈപ്പ് വണ്ടികളും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വേറൊരു ബ്രാഞ്ച് ഉണ്ട് പാലക്കുന്നില്, അവിടെ ചെറുവണ്ടികളുണ്ട്. അതായത് 1 lakh to 10 lakh വരെയുള്ള സ്വിഫ്റ്റ്, ബലേനോ, വെന്യൂസ് ആ ടൈപ്പിലുള്ള വണ്ടികൾ, അങ്ങനെ അതൊക്കെ മറ്റു ബ്രാഞ്ചിലായിട്ടുണ്ട്. അവിടെ ഉണ്ട്. ഇത് ഒരു കസ്റ്റമറിന് വാറണ്ടി കാര്യങ്ങൾ അതൊക്കെ നമ്മള് വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊരു വണ്ടി ആയാലും അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഫുള്ള് ചെക്ക് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ അതിന്റെ ബോഡി ഭാഗമായാലും എഞ്ചിൻ ഭാഗമായാലും മൊത്തം ചെക്ക് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വണ്ടി പർച്ചേസ് ചെയ്യുള്ളൂ. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കാറില്ല. നല്ല വണ്ടികളെ എടുക്കുള്ളൂ, നല്ല വണ്ടികളെ കൊടുക്കുള്ളൂ. അതെ, നമ്മൾ എടുക്കുന്നതും കൊടുക്കുന്നതായിട്ടുള്ള വണ്ടിയിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. 100% ക്വാളിറ്റി ചിമ്മിട്ട് എടുക്കുക. അങ്ങനത്തെ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്, 100%. അല്ലെ? ആദ്യമായിട്ടാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിൽ 2-3 വീഡിയോ ചെയ്തിന്. ഇവിടെ ഫസ്റ്റ് ആണ്. പിന്നെ അതല്ലാതെ കാസർഗോഡ് എന്റെ കാഴ്ചപ്പാടിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഒരു ഷോറൂം വേറെ ഇല്ല കേട്ടോ. അത്രയും ഫുള്ള് സെറ്റപ്പ് ഉള്ള ഒരു ഷോറൂമാണ്. എല്ലാത്തരം വാഹനങ്ങൾ, പ്രീമിയം വാഹനങ്ങൾ, ഓഡി, ബെൻസ്, BMW എല്ലാ സെറ്റപ്പുള്ള വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ചെറുവണ്ടികൾ വരെ ഇവിടെ ഉണ്ട്. അല്ല, ഇനി ആരും ബേജാറാക്കണ്ട, എല്ലാവർക്കും പറ്റിയ വാഹനങ്ങൾ നിങ്ങൾ ഏത് ടൈപ്പ് വാഹനമാണെങ്കിലും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, ഓൾമോസ്റ്റ് 100 സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. അതെ, ഏത് വണ്ടി വേണമെന്നുള്ള എൻക്വയറിയിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു കൊടുക്കും. അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ കണ്ണൂർ, കാസർഗോഡ്, ഉപ്പള, മംഗലാപുരത്തൊക്കെ ഉള്ള ആൾക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം, ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മടിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ പുതിയ ഷോറൂം ഉള്ളത്. മടിയനാണ് പ്ലേസ് വരുന്നത്. ഇനിയിപ്പോ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് പാലക്കുന്ന് വഴി ഇങ്ങനെ വരാം. കാഞ്ഞങ്ങാട് ഇനിയിപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് സുഖം കാഞ്ഞങ്ങാട്. അല്ല, ഇനിയിപ്പോ തെക്കുന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ഇറങ്ങിയാൽ മതി. കാഞ്ഞങ്ങാട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 3-3.5 കിലോമീറ്ററിന്റെ അകത്തേ ഉള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഞങ്ങൾ ചെയ്യും. അത് പിക്ക് ചെയ്താൽ മതിയല്ലോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് പിക്ക് ചെയ്ത് അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോ നമുക്ക് കുറെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കണ്ട, ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോലെ. ഓക്കെ, ഒരു MG Hector ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും കിണ്ണം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത്. 8888 അല്ല, ഈ 8ന്റെ ഒക്കെ ആരെങ്കിലും കമ്പുള്ള ആൾ വേഗം വന്ന് നോക്കിക്കോ. അതെ, ഇത് 2019 ഈ മോഡൽ വരുന്നുള്ളത്. 19 വണ്ടി ഫുൾ ഓപ്ഷൻ, സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാം, മാനുവൽ ഓട്ടോമാറ്റിക്കാ, മാനുവൽ വണ്ടിയാണ്. 2019 മോഡല്. കിലോമീറ്റർ വളരെ കുറവേ ഓടിയിട്ടുണ്ട്. എത്ര ഓടിയില്ലേ? 50 സംതിങ് ഓടി, 54. ഫുൾ സർവീസ് ഒക്കെ ഉണ്ടാവും. അതെ, സർവീസ് ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. എത്ര കൊടുക്കരുത്? നമുക്കൊരു 10,400 ഇത് ചെയ്യാൻ പറ്റും. 10,400. ഒരു 7 സീറ്റ് വാഹനം, മാരുതിന്റെ എർട്ടിഗ ആണ്. അതും പുതിയ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടി. അതെ, 2019 മോഡലാണ് ഈ വണ്ടി വരുന്നുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓപ്ഷൻ ഏതാ? ZXi. പെട്രോൾ വാഹനമാണ്. അതെ, എത്ര ഓടിയിട്ടുണ്ട്? പെട്രോൾ CVT ഓട്ടോമാറ്റിക് ആണ് വാഹനം. CVT ഓട്ടോമാറ്റിക്, ഒരു ടെൻഷനും വേണ്ട, കയറ്റത്തിന് താഴത്ത് ഇറങ്ങൂല. ഇല്ല, അടിച്ചു പോവാം. പിന്നെ 50 സംതിങ് ഓടിയിട്ടുള്ളൂ, 50,000 സംതിങ് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സർവീസിലാണുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ ആണ്. അതെ, ഇതിന് നമ്മൾ ചോദിക്കുന്ന വല്ല 9,500 ആണ്. താല്പര്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എന്തെങ്കിലും ചെയ്ത് കൊടുക്കല. 9 ചോദിക്കുന്നുണ്ട്, മാക്സിമം കുറച്ച് കൊടുക്കും. അതെ അതെ, ഈ ഫുള്ളി ലോണിൽ കൊടുക്കാനും പറ്റുമോ? അതെ അതെ, മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. വാങ്ങാൻ വിളിച്ചോ. ഖീദ്മത്തിന്റെ ഒരു റയർ പീസ് സ്കോഡന്റെ റാപ്പിഡ് ആണ്, അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2018 മോഡലിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പിന്നെ ഇതിലിപ്പോ പ്രത്യേകിച്ച് പറയാനല്ല, സ്ക്വാഡിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയാം. സ്ക്വാഡിന്റെ ഒക്കെ നല്ല നല്ല പവർ നോക്കുന്നുണ്ടെങ്കിൽ സ്ക്വാഡൊക്കെ നല്ല. എത്രയാണ് CC വരുന്നത്? ഇത് 1.6 വരുന്നത്, MPP എഞ്ചിനാണ്. 1.6 ആണ് കേട്ടോ. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. എത്ര നമ്മൾ 690 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. അതെ അതെ, 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ, എല്ലാ സെറ്റപ്പ്, സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. എങ്ങനെയാണ് ബ്രോ? ഇത് 2018 മോഡലാണ് ഈ വണ്ടി ഉള്ളത്. ഫുൾ ഓപ്ഷൻ ZXR എന്ന ഓപ്ഷൻ ആണ്. സൺറൂഫ്, 6 എയർ ബാഗ് ആണ് വരുന്നുള്ളത്. പിന്നെ ഇത് 104,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ അതെ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ മാനുവൽ വണ്ടിയാണ്. ഇതിനുള്ള പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, മിറർ ഫോൾഡിംഗ്, സൺറൂഫ്, അലോയ്സ്, പിന്നെ ഇതില് പിന്നെ മ്യൂസിക് സിസ്റ്റം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 9 ആസ്കിംഗ് പ്രൈസ്. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും, മാറ്റം ഉണ്ടാവില്ല. എത്ര മോഡൽ പറഞ്ഞു? 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 18 മോഡൽ അല്ല? അതെ അതെ, മേജർ ആക്സിഡന്റ് ഹിസ്റ്ററീസ് ഒന്നുമില്ല. അപ്പൊ ആരിസ് ഭായി, ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഓഡിന്റെ A3 ആണ്. യെസ്, ഇത് കൺവേർട്ടഡ് വണ്ടിയാണ്. 2015 മോഡലിൽ വരുന്ന ഈ വണ്ടി യെസ് ഒറിജിനൽ കേരള വണ്ടിയാണ്. R3 കൺവേർട്ട് ചെയ്താണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഡുവൽ ടോൺ കളർ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരുന്നത്. ഇത് വിത്ത് RC എൻട്ര ആണ്. MVD ഒന്നും പഠിക്കാനില്ല, RC എൻട്ര ചെയ്ത കാര്യമാണ്. 2015 മോഡലിൽ വരുന്നത് 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ ഇതിന് സർവീസ് റെക്കോർഡ് ഒന്നും ഇല്ല. നിങ്ങൾക്കറിയാം, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ പ്രീമിയം സെഗ്മെന്റ് ഷോറൂം ഇല്ല, സ്റ്റിൽ ഇപ്പോഴും ഇല്ല. അപ്പൊ ഒരു 50-60 വരെയുള്ള സർവീസ് ഒക്കെ ഉണ്ട്. അതിനുശേഷമുള്ള സർവീസ് നോർമല് പിന്നെ അത്യാവശ്യം നല്ല ഗ്യാരേജിൽ ചെയ്തതാണ്. സ്റ്റിൽ ഇപ്പൊ ഈ കണ്ടീഷനിൽ വണ്ടി ഒരു വർക്കും ഇല്ല. ഇന്നത്തെ കണ്ടീഷനിൽ വർക്കൊക്കെ ക്ലിയർ ആണ്. മെക്കാനിക്കൽ പരമായാലും ബോഡി മിയ ഉണ്ട്. ആർക്ക് വേണേലും ധൈര്യത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാം. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി 14,400 ആസ്കിംഗ് ആണ്. ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കില്ല. 14,400 ആസ്കിംഗ് ആണ്. അതെ അതെ. ഖീദ്മത്തിന്റെ ഒരു റയർ പീസ് 4x4 ജിപ്സി ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് കാര്യങ്ങൾ ഒന്ന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞോളി. ഇത് റയർ പീസ് മാത്രം പറഞ്ഞാൽ പോലെ റയർ പീസ് ആണ്. അതെ, 2012 മോഡലാണ് ഇത് വരുന്നത്. ഇത് മിലിറ്ററിന്റെ വണ്ടി. മിലിറ്ററി റിട്ടേൺ, അതാണ് ഹൈലൈറ്റ് അല്ലേ? ഇത് മിലിറ്ററിന്ന് റിട്ടേൺ ആയ വണ്ടിയാണ്. ഇത് 2012 മാനുഫാക്ചർ വണ്ടിയാണ്. 2022 ഇങ്ങോട്ടേക്ക് സിംഗിൾ ഓണർഷിപ്പിലേക്ക് മാറി. അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം സിംഗിൾ ഓണർഷിപ്പ് എന്താണെന്നുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലേക്ക് മാറിയ വണ്ടിയാണ്. 2037 വരെ ഇതിന്റെ പേപ്പർ ഉണ്ട്. ടെൻഷൻ വേണ്ട. സ്റ്റിൽ ഈ വണ്ടിന്റെ കണ്ടീഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ്. യെസ്, ഒരു വർക്കും ഇല്ല. ഇനി എടുക്കുന്ന ആൾക്ക് ഓടാ ആ കണ്ടീഷനിലല്ല. പിന്നെ ചില ആൾക്കാർക്ക് ചില ചോയ്സസ് അല്ല, അവർക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള ഡ്രൈവ് ആണ് ഇത്. എത്ര ആൾക്ക് ഇന്ന് പോവാ? 10 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കുന്ന എത്ര പേർക്ക് വേണേലും ഇരിക്കാം. ഇതിന്റെ കപ്പാസിറ്റി തന്നെ ബാക്ക് 3, 6, ഫ്രണ്ട് 2 ആണ്. അതെ. ഓക്കെ, അപ്പൊ ഇതിന് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇതിന്റെ വില പറയുന്നില്ല. വില നിശ്ചയിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ആവശ്യക്കാർ വിളിച്ചോ. അപ്പൊ ഇതിനോട് കമ്പുള്ള ആളുകൾ വിളിച്ചോട്ടാ, നമ്പർ വീഡിയോയിലുണ്ട്. ഇതിൽ മാക്സിമം ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വണ്ടി എത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. നല്ല കറുകറുത്ത കിണ്ണം പോലത്തെ ഒരു കറുത്ത മുത്ത് ഹുണ്ടായിന്റെ ക്രെട്ടയാണ്. ഡീസലാണ്, പെട്രോൾ അല്ല, പെട്രോൾ വാഹനമാണ്. എങ്ങനെയാണ് ബ്രോ? ക്രെട്ട പെട്രോൾ ടർബോ എഞ്ചിനാണ്. ടർബോ എഞ്ചിൻ. യെസ്, 2020 ആണ് മോഡൽ വരുന്നുള്ളത്. കിലോമീറ്റർ 60 സംതിങ് ഓടിയിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം. യെസ്, SXO ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. SXO സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. വരും പുഷ് ബട്ടൺ എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ, സ്റ്റിയറിംഗ് കൺട്രോള്, പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടോ? ഒക്കെ വരുന്നുണ്ടല്ലോ. ഓഹോ, വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര മോഡൽ പറഞ്ഞ? ഇത് 2020 മോഡൽ. 20 എത്ര കൊടുക്കാം? നമുക്കൊരു 12.5 12.5 ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് മാറ്റുണ്ടാവില്ല. ഓക്കെ, നല്ല ഖീദ്മത്തിന്റെ 2 വാഹനങ്ങൾ ബെൻസിന്റെ വണ്ടികളാണ്.
നമുക്ക് ബ്രോ ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം അല്ലെ, ഈ വൈറ്റ്. അതെ അതെ. ഇത് എങ്ങനെയായിരുന്നു? ഈ ML250 അല്ലേ? യെസ്, ML250 2014 മോഡലിൽ വരുന്ന വണ്ടിയാണ്. ഈ രണ്ട് വണ്ടിയും സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ഒരേ ഒരു ഓണർ, ഒരേ ഒരു ഓണർഷിപ്പിലാണ് രണ്ട് വണ്ടി ഉള്ളത്. ML250 2014 മോഡല് 1,20,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത് വണ്ടി. വണ്ടിയിൽ സ്റ്റിൽ ഒരു വർക്കും ഇല്ല. നമ്മൾ മൊത്തം മെക്കാനിക് ഫുൾ ഫിറ്റ് വണ്ടി മൊത്തം ഇൻസ്പെക്ട് ചെയ്ത വണ്ടിയാണ്. കംപ്ലീറ്റ് ഒന്നും ചിന്തിക്കാനില്ല. ഇപ്പൊ നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം 4 ടയർ പുതിയത് ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റിൽ ഒരു വർക്കും ഇല്ല. എടുക്കുന്നവർക്ക് RC അവര് പിന്നെ NOC വേണമെങ്കിൽ NOC നമ്മൾ എടുത്തു കൊടുക്കും. ഇതൊരു അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഏത് RTOയിലേക്ക് വേണമെങ്കിലും നമ്പർ മാറ്റി എടുക്കാം. അതെ, ഇത് രണ്ടും അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇതിപ്പോ HR രജിസ്ട്രേഷനിലാണുള്ളത്. പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ RTOയിലേക്ക് നമ്മൾക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അത് അഥവാ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ രീതിക്കും ചെയ്യാം നമുക്ക്. അതെ, ഇത് എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2016 വരുന്ന GLE 250 ആണ്. ഇത് GLE 250. GLE 250 2016 മോഡലിലാണ് വരുന്നത്. ഇതും സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പിന്നെ സ്റ്റിൽ ഒരു വർക്ക് ഇതിൽ ഒക്കെ ക്ലിയർ ആണ്. പിന്നെ എടുക്കുന്ന ആൾക്ക് അതുപോലെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും താല്പര്യം അനുസരിച്ച്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആരും ആവശ്യക്കാരെ വിളിച്ചാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോസ് വീഡിയോസ് അവർക്ക് എങ്ങനെയാണ് വേണ്ടതൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ NOCയിലുള്ള വാഹനങ്ങളാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് പറയുന്നില്ല. കാരണം എന്താ വെച്ചാല് നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരും, NOCയിൽ വേണമെങ്കിൽ അങ്ങനെയും തരും കേട്ടോ. അതുകൊണ്ടാണ് റേറ്റ് ഇവിടെ പറയാത്തത്. നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ വിളിച്ചോളി. യെസ്, ഇനി നിങ്ങൾക്ക് അഥവാ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ പിക്ക് ചെയ്യാനും പോകും, അവർ ഡ്രോപ്പ് ചെയ്യാനും പോകും. വന്ന് കണ്ടവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഓഫർ പ്രൈസിന് ഒരു ഖിദ്മത്തിന്റെ CLA 200 ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബോസ്, ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 ആണ് മോഡൽ വരുന്നുള്ളത്. പിന്നെ കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ 1,01,600 കിലോമീറ്റർ ആണ് റണ്ണിങ് ഉള്ളത്. നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. നല്ല പ്രൈസിന് കൊടുക്കാം, പൊട്ടിച്ച വിലയിൽ കൊടുക്കല. അതെ, നമ്മൾ ഇന്നിപ്പോ ഷോറൂം ഓപ്പണിംഗിന്റെ എല്ലാം ഭാഗമായിട്ട് 2-3 വണ്ടി ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വില നമുക്ക് അവസാനം പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ, 2-3 വണ്ടി നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഇത് എക്സ്ട്രാ ലോഡഡ് വണ്ടിയാണ്. ഫുൾ എക്സ്റ്റീരിയർ AMG കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഒന്ന് കാണിച്ചു. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഫ്രണ്ട് ലുക്കും സൈഡ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഇത് ഒറിജിനൽ കേരള വണ്ടി. മെയിൻ നോട്ട് പോയിന്റ് അതാണ്. കേരള വണ്ടി, റീ വണ്ടി അല്ല, ഒറിജിനൽ കേരള KL07 രജിസ്റ്റേർഡ് വണ്ടിയാണ്. അത് മൊത്തം കസ്റ്റമറിന് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി. സ്റ്റിൽ ഈ വണ്ടി കംപ്ലീറ്റ് ക്ലിയർ ആണ്. ഒരു വർക്കോ കാര്യങ്ങളോ പെൻഡിങ് ഇല്ല. മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യാറില്ല. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു. മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടികൾ നിങ്ങൾ എടുക്കാറില്ല. വണ്ടി കംപ്ലീറ്റ് ഇപ്പൊ സ്റ്റിൽ കണ്ടീഷൻ ക്ലിയർ ആണ്. ഒരു വർക്ക് ഈ വണ്ടിയിലില്ല. എടുക്കാൻ പറ്റും, ആർക്കും വേണേലും എടുക്കാം, ഏത് സമയത്തും. എത്ര നമ്മളിപ്പോ ഒരു 15.5 ഇപ്പോ ഇതിനൊരു വില ഇട്ടിട്ടുള്ളത്. ഇപ്പോ ഫസ്റ്റ് നമ്മുടെ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് കസ്റ്റമർ വരുന്നുണ്ട്, ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഹാരിസ് ഭായ്, ഒരു Audi Q5 നല്ല ബെസ്റ്റ് ഓഫർ പ്രൈസിന് കൊടുത്താലോ? Audi Q5. യെസ്, Audi Q5 സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള വണ്ടി. ഒരു ടെൻഷനും വേണ്ട. ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിൽ വിത്ത് സർവീസ് റെക്കോർഡ് നമുക്ക് ഇന്ന് പൊട്ടിക്കുന്ന വിലക്ക് കൊടുക്കാം. എത്ര മോഡലായി? 2015 മാനുഫാക്ചറിൽ 16 ഡെലിവറി വണ്ടിയാണ്. 16 ഡെലിവറി. അതെ. നമുക്കിത് ഇന്ന് ഒരു 16.25 കൊടുക്കാൻ പറ്റും. ഈ ക്വാളിറ്റി വണ്ടി ആർക്ക് ഈ പ്രൈസിൽ ഇന്ന് കേരളത്തിൽ കൊടുക്കാൻ പറ്റും? 16.25 കൊടുക്കും. ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഈ വണ്ടി നിങ്ങൾക്ക് തരും കേട്ടോ. ഒരു പ്രശ്നങ്ങളില്ല, ഒരു കംപ്ലൈന്റോ ഫോൾട്ടോ യാതൊരു വിധ മിസ്റ്റേക്സും ഇല്ല. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ? ഇപ്പൊ നമ്മൾ എല്ലാ സർവീസും ചെയ്ത വണ്ടിയാണ്. സ്റ്റിൽ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു സർവീസ് പെൻഡിങ് ആണ്. ആ സർവീസ് എടുക്കുന്ന കസ്റ്റമറിന് നമ്മൾ ചെയ്തു കൊടുക്കും. 16.25 ഇപ്പൊ നമ്മൾ ഇട്ട വിലയാണ്. ഇനി താല്പര്യമുള്ള ആൾക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. ആവശ്യക്കാർ വേഗം വന്ന് നോക്കിക്കോട്ടോ. വീണ്ടും ഇവിടെ ഒരു ഖിദ്മത്തിന്റെ CLA ആണ് കേട്ടോ. CLA ഇവിടെ കുറെ വണ്ടികളുണ്ട്. ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. നല്ല കിണ്ണം പോലത്തെ വാഹനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2016 മോഡലാണ് വണ്ടി വരുന്നുള്ളത്. ഒറിജിനൽ കേരള വണ്ടി. അതെ, ഒറിജിനൽ കേരള ആണ് ഈ വണ്ടി വരുന്നുള്ളത്. 2016 മോഡലിലുള്ളത്. കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ 1,10,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട്. സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. സർവീസ് റെക്കോർഡ് ഉണ്ട്. ഇത് KL60 രജിസ്ട്രേഷനിൽ വരുന്ന ഫാൻസി നമ്പർ വണ്ടിയാണ്. വണ്ടി കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ തന്നെ വണ്ടി കണ്ടീഷനിലാണല്ലോ. ഇപ്പൊ ഇതിനെ പിന്നെ
4 പുതിയ ടയർ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഇതിന് 4 പുതിയ ടയർ മാറി വെച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇതിന്റെയൊക്കെ ടേസ്റ്റ് അറിയുന്ന ആളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. CLA പറ്റി അറിയുന്ന ആൾക്ക് എല്ലാം അറിയാം. അതെ അതെ അതെ. മൈലേജ് ഒക്കെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. CLA ഏതായാലും 18+ എബോ 18 മൈലേജ് കിട്ടും. CLA 18 എബോ മൈലേജ്. അതെ പക്ക 100%. എത്രക്ക് കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് ഒരു 21.5 ചെയ്യാൻ പറ്റും ഈ വണ്ടി. 21.5 കൊടുക്കാം. അതെ, 21.5 ലക്ഷത്തിന് ചെയ്യാൻ പറ്റും. ലോൺ വേണ്ട ആൾക്കാർക്ക് ലോൺ അതിനുള്ള മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ വില വ്യത്യാസം ഉണ്ടാവില്ല? നിങ്ങൾ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. മാക്സിമം നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ വില പറഞ്ഞിട്ടുണ്ട്. ഇനിയും കസ്റ്റമർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ രീതിയിൽ അവർക്ക് മാക്സിമം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. വീണ്ടും ഒരു കിണ്ണം പോലത്തെ ബെൻസിന്റെ CLA 200. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2015 മോഡലിൽ വരുന്ന വണ്ടി. പിന്നെ MH രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, MH-ലാണ്. അതെ, ഏതൊരു കസ്റ്റമർ വന്നാലും അവർക്ക് അവരുടെ പേരിലേക്ക് നമ്മൾ NOC എടുത്ത് കൊടുക്കുന്നതായിരിക്കും. കസ്റ്റമറിന് മാറി കൊടുക്കണം നമ്പർ ഇപ്പൊ ഏത് RTO-ലേക്ക് വേണമെങ്കിലും മാറാം, ചെയ്യാം. ഒരു ടെൻഷനും വേണ്ട, ഒരു നോ വറീസ്. നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കും. കസ്റ്റമർ പ്രൂഫ് വന്നു കഴിഞ്ഞാൽ അവരുടെ പേരിലേക്ക് മാറിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി അഥവാ അവർക്ക് NOC ആണ് വേണ്ടതെങ്കിൽ ആ രീതിക്കും ചെയ്ത് കൊടുക്കാം. അതിന് ചില ടൈം എടുക്കും. ഓൾമോസ്റ്റ് 14 വർക്കിംഗ് ഡേയ്സ് ആണ് RTO ടൈം പറയുന്നത്. മേ ബി അത് 20 ഡേയ്സ് എല്ലാം ആവാൻ ചാൻസസ് ഉണ്ട്. യെസ്. വണ്ടിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ? മെക്കാനിക്കൽ സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഇപ്പോ ഏത് വണ്ടി എടുത്താലും നമ്മുടെ വണ്ടിയിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അതുപോലെ എല്ലാ വണ്ടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ക്ലിയർ ചെയ്താണ് വെക്കുന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് സ്പെഷ്യലി നോട്ടിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ക്രാക്ക് ആണ്. അത് നമ്മൾ ചെയ്യാതെ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം കസ്റ്റമർ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. അത് അവർക്ക് വന്ന് ബോധ്യപ്പെട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് മാറ്റി കൊടുക്കും. ഒറിജിനൽ ഗ്ലാസ് ആണ്. അതെ, ഇപ്പൊ സ്റ്റിൽ അതിന്റെ ഒറിജിനൽ ഗ്ലാസ്സിലാണുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ മെക്കാനിക്കൽ സൈഡിലോ അല്ലെങ്കിൽ ഒന്നും ഒരു വർക്കും ഇല്ല. ടയർ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓൾമോസ്റ്റ് 50 അബോ ടയർസ് ഉണ്ട്. അതെ അതെ അതെ. ഇത് നിങ്ങൾ നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്ന പ്രൈസ് ആ ചോദിക്കുന്നത് എങ്ങനെയാ? അല്ല, പ്രൈസ് നമ്മളിപ്പോ പിന്നെ കസ്റ്റമർ ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ പ്രൈസ് ഇപ്പൊ നമ്മള് ചെയ്യാം. NOC എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ചെയ്യാം. അല്ല അവർക്ക് മാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് എടുത്ത് അത് ചെയ്യാം. അപ്പോ ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. ഇവിടെ നല്ലൊരു അടിപൊളി ഫോർച്യൂണർ കാണിച്ചു കൊടുക്കാം. അതെ, ഇതും യുവാക്കളെ ഹരമായിട്ട് മാറിയ ഒരു സാധനമാണ്. അതെ അതെ അതെ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങളൊന്ന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. അതായത് ഇത് 2017 മോഡലാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. രജിസ്ട്രേഷൻ വണ്ടിയൊന്നുമല്ല, ഒറിജിനൽ കേരള. അതെ അതെ. 4 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോർമൽ ഒരു ടൊയോട്ട പർച്ചേസ് ചെയ്യുമ്പോൾ എബോ 1 lakh ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഓൾമോസ്റ്റ് 84 സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അതെ, കിലോമീറ്റർ വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ ടയർ ഭാഗങ്ങളും 90% ടയർ ഉണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ പിന്നെ ഷോക്ക് അബ്സർ ഒക്കെ പ്രാഡോന്റെ ഷോക്ക് അബ്സർ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ വണ്ടി 5 inches ഹൈറ്റ് പൊക്കിയിട്ടുണ്ട്. അതെ അതെ അതെ, നല്ലതായിട്ടില്ല. അത് നിങ്ങൾ ബാക്ക് ടയറിന്റെ ഡിസ്റ്റൻസ് നോക്കി അറിയാം. ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാണ്. അതെ, ഇതവര് ഹൈറ്റ് കൂട്ടി വെച്ചതാണ്. നമ്പറൊക്കെ നല്ല ഫാൻസി നമ്പർ ആയിരിക്കും. ഫാൻസി നമ്പർ ആണ് വരുന്നുള്ളത്. 555 അല്ലേ? ഒന്നും നോക്കണ്ട, കാണി ചിമ്മിട്ട് എടുക്കാം. അതെ അതെ അതെ. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, മേജർ ആയിട്ടൊന്നുമില്ല. സർവീസ് ഒക്കെ ഷോറൂം തന്നെ ചെയ്തതാണ്. മേജർ ഒരു മൈനർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സർവീസും ഷോറൂമിൽ നിന്ന് കസ്റ്റമർ തന്നെ ചെയ്തതാണ്. അപ്പോ ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഇവിടെ പറയുന്നില്ല? പ്രൈസ് പറയേണ്ട ആവശ്യമില്ല. ടൊയോട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം. പ്രൈസ് പറഞ്ഞ് ആരും മുഷിപ്പിക്കുന്നില്ല. ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ എല്ലാത്തിന്റെ പ്രൈസും അതിന്റെ ക്വാളിറ്റിയിലാണ് ഡിപ്പെൻഡ് ആവുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. വണ്ടിന്റെ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ആവും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോ ഇതിന്റെ പ്രൈസ് പറയുന്നില്ല. ആവശ്യക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് അത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കും. ആവശ്യക്കാരെ വിളിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യവും മൂപ്പര് പറഞ്ഞു ഇതിനെ പറ്റിയിട്ടുള്ളത്. ഓക്കെ, കിണ്ണം പോലത്തെ യുവാക്കളുടെ ഹരമായ BM, അതും X5 ആണ്. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഒറിജിനൽ കേരള വണ്ടിയാണ്, ഒരു ടെൻഷൻ വേണ്ട. എങ്ങനെയാണ് ബ്രോ? ഇത് 2016 മാനുഫാക്ചറിംഗ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഒരേ ഒരു ഓണർ, ഒറ്റ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വിത്ത് സർവീസ് റെക്കോർഡ്. ഓക്കെ, ടോപ്പ് ബോട്ടം എല്ലാ സർവീസും ഷോറൂം സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വണ്ടി. അതെ അതെ അതെ. റീപ്ലേസ് മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടി നമ്മൾ എടുക്കുന്നില്ല ഫസ്റ്റിലേ പറഞ്ഞു. എങ്കിലും പോരാ, ഇതിൽ ഒരു വർക്കോ ഒന്നും പെൻഡിങ് ഇല്ല. പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ല. അതെ, അല്ല ഹിസ്റ്ററി ഉണ്ടാകുമ്പോ പിന്നെ ഒരു ടെൻഷൻ ഏതൊരു കസ്റ്റമർ അത് പ്രീമിയം സെഗ്മെന്റ് വണ്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അവർ നോർമലി നമ്മളോട് ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററി നമ്മൾ കൊടുക്കും.
അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി അവർക്ക് വന്ന് കണ്ട് ചോയ്സ് ചെയ്യാം. അതല്ല നോർമലി നമ്മളിപ്പോ ഇവിടുന്ന് വണ്ടി കസ്റ്റമർ നോക്കാൻ വരാറ് കുറവാണ് നമ്മളെ മറ്റ് ബ്രാഞ്ചസ് എല്ലാം. അവര് വന്ന് എൻക്വയറി ചെയ്യും, പിന്നെ അവര് വണ്ടി ഡെലിവറി ചെയ്യാൻ പറയും, നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കാറാണ്. വണ്ടി നോക്കാറ്, കാരണം ഈ പ്രീമിയം സെഗ്മെന്റ് വണ്ടിന്റെ ഹിസ്റ്ററിയിലെല്ലാം അവൈലബിൾ ആയിരിക്കും. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് നോക്കിയാൽ മതി, അവർക്ക് അത് കോൺഫിഡന്റോട് കൂടി എടുക്കാൻ പറ്റും. അതെ, ഇത് നമ്മളൊരു ഷോറൂമിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റേതായ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോ കീപ്പ് ചെയ്യും. ഇങ്ങനെ മരത്തിന്റെ അടിയിൽ നിന്ന് ബ്രോക്കറേജ് കച്ചവടം പോലെയല്ല, നമ്മൾ ഷോറൂം ആകുമ്പോൾ നമ്മൾ അത് എപ്പോഴും കീപ്പ് ചെയ്ത് പിന്നെ അതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ അത് ആ പെർഫെക്റ്റിലെ നമ്മൾ കൊണ്ടുപോകും. അതെ അതെ. എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു 34 കൊടുക്കാൻ പറ്റും. 34 കൊടുക്കാൻ പറ്റും. അതെ അതെ. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. നല്ല കിണ്ണം പോലത്തെ ഒറിജിനൽ കേരള GLE 350 ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഏകദേശം വാഹനങ്ങൾ നല്ല ഫാൻസി നമ്പറാണ് കേട്ടോ, നല്ല അലുവ കഷ്ണം പോലത്തെ നമ്പർ അല്ല വരുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2017 മോഡലാണ് ഈ വണ്ടി വരുന്നുള്ളത്. വണ്ടി ഇപ്പൊ സ്റ്റിൽ 90 സംതിങ്, അതായത് 94-95 ഓടിയിട്ടുണ്ട്. വിത്ത് സർവീസ് റെക്കോർഡാണ്. സർവീസ് റെക്കോർഡ് വേണേലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ സർവീസ് ഹിസ്റ്ററി അയച്ചു കൊടുക്കും. അവർക്ക് അത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതില് ടയർ നോക്കുന്നുണ്ടെങ്കിൽ പുതിയ 4 ടയർ ഞങ്ങളിപ്പോ മാറിയിട്ടതാണ്. പിന്നെ മെക്കാനിക്കൽ സൈഡ് സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടി, അതേപോലെ സ്റ്റിൽ ഒരു വർക്കും ഇതിൽ പെൻഡിങ് ഇല്ല. ഏതൊരു വണ്ടിയിലും എല്ലാം കൊണ്ട് പെർഫെക്റ്റ്. അതെ, വരാ വണ്ടി നോക്കാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി എടുക്കാം, ഒരു ടെൻഷനും വേണ്ട. എത്ര പൈസ കൊടുക്കാം? നമുക്കിതൊരു 39 ചെയ്യാൻ പറ്റും. 39 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്, വില കുറച്ച് കൊടുക്കൂലേ? അതെ, ഒറിജിനൽ കേരള വണ്ടി. അതൊന്നുകൂടി നിങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞു 350 ആണ് GLE. അതെ അതെ അതെ. ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ടുവരുന്ന അപ്പൊ പണം വിളിച്ചോ. ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്, അതും ഒരു കുത്തമ്മിനാർ ടാറ്റന്റെ ഹാരിയർ ഡീസൽ മാനുവൽ വണ്ടി. അതെ അതെ. 2019 മോഡൽ വരുന്ന ഈ വണ്ടി നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. കിലോ 10 ലാഖിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. എത്ര മോഡൽ? ഇത് 2019 മോഡലാണ് വരുന്നുള്ളത്. ഓട്ടോ കാര്യങ്ങള് 50 സംതിങ് ഓടിയിട്ടുള്ളൂ. സർവീസ് റെക്കോർഡ്. ടയർ ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പൊ പുതിയ 2 ടയർ ഉണ്ട്, ബാക്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 60% ടയർ ഉണ്ട്. ഓപ്ഷൻ ഫുൾ ആണ്. XZ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. യെസ്, അലോയ്സ് വരും, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ. ഇന്റീരിയർ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഒറിജിനൽ കേരള വണ്ടി. വേറെ റീപ്ലേസ് സീറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് ഇത് തലസ്ഥാന നഗരിയിലെ വണ്ടിയാണ്. KL 01 ഈ വണ്ടി ഉള്ളത്. 10 ലാഖിന് കൊടുക്കാം. അതിന് താഴത്ത് കൊടുക്കാം. അതിന് താഴത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ആവശ്യക്കാരെ നമ്മൾ വിളിച്ച് സംസാരിച്ച് നമ്മൾ അതിന് മാക്സിമം ചെയ്യാം. അപ്പൊ ആവശ്യക്കാരെ അതിൽ വിളിച്ചോട്ടാ.